നമസ്കാരം. തെരഞ്ഞെടുപ്പ് പരാജയത്തിലൂടെ ഓരോ പാഠങ്ങൾ പഠിച്ചു വരികയാണ് CPM. ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയതോടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരെയും പിണങ്ങിപ്പോയവരെയും എങ്ങനെയെങ്കിലും ഒക്കെ തിരികെ എത്തിച്ച് കസേര നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് AKG സെന്റർ. എന്നാൽ CPM നേതൃത്വം എത്രയൊക്കെ അടിയറവ് പറഞ്ഞ് തിരികെ വിളിച്ചാലും ഈ വിമതർ ആരും തന്നെ ഇനി പഴയതുപോലെ മടങ്ങി വരാൻ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് പാർട്ടി വിമതരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കടുംപിടുത്ത നിലപാട് പരസ്യമായി തള്ളിക്കൊണ്ട് മുതിർന്ന നേതാവ് EP ജയരാജൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തെറ്റുതിരുത്തിയവരെ എന്നും തിരികെ എടുത്ത ചരിത്രമാണ് പാർട്ടിക്കുള്ളതെന്നാണ് EP ജയരാജൻ ഗോവിന്ദന്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുന്നത്. പണ്ട് നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയവർ പോലും CPMലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നുണ്ടായ സാഹചര്യമായിരിക്കില്ല ഭാവിയിലെന്നും ഓരോ കാലഘട്ടത്തിലും കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് മാത്രമേ പാർട്ടിക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്നും വ്യക്തമാക്കിക്കൊണ്ട് MV ഗോവിന്ദന്റെ ഏകാധിപത്യ നിലപാടുകളുടെ അഹങ്കാരമാണ് ഇപ്പോൾ EP അപ്പാടെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഈ വലിയ തർക്കങ്ങൾ തുടക്കമിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ MV ഗോവിന്ദൻ തന്നെയാണ്. പാർട്ടി വിട്ടുപോയ പ്രമുഖ നേതാക്കളായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും G സുധാകരനുമെല്ലാം വെറും വർഗവഞ്ചകരാണെന്നായിരുന്നു ഗോവിന്ദനും പിണറായി മുൻപ് അഹങ്കാരത്തോടെ പ്രസംഗിച്ച് നടന്നത്. എന്നാൽ തെറ്റുതിരുത്തിയാൽ ഇരുവർക്കും പാർട്ടിയിലേക്ക് മാന്യമായി തിരിച്ചു വരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ വ്യക്തമാക്കിയതോടെ ഗോവിന്ദൻ വെട്ടിലായി. ജയരാജൻ പറഞ്ഞതിനെ തള്ളാൻ ഗോവിന്ദൻ ശ്രമിച്ചെങ്കിലും സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തനിക്കെതിരെ കുറച്ചു ചാടിയ MV ഗോവിന്ദന് ഇപ്പോൾ കനത്ത വിഭ്രാന്തി ബാധിച്ചിരിക്കുകയാണെന്നാണ് TK ഗോവിന്ദൻ MLA അതീവ പരിഹാസത്തോടെ പ്രതികരിച്ചത്. തനിക്ക് പാർലമെന്ററി വ്യാമോഹമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും MLA കസേര വിട്ടുകൊടുക്കാതെ ഇരുന്ന ആളാണ് MV ഗോവിന്ദൻ. അത് വലിയ വിപ്ലവബോധം കൊണ്ടാണെന്ന് തങ്ങൾക്ക് വിശ്വസിക്കാം. സ്വന്തം ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതും ഗോവിന്ദൻ സാറിന്റെ വലിയ വിപ്ലവമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് TK ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് മുന്നിൽ മറുപടിയില്ലാതെ AKG സെന്റർ ഇപ്പോൾ അന്തം വിട്ടു നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ CPM തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും ഇനിയും ഒന്നും പഠിച്ചിട്ടില്ലെന്ന് മുൻ CPM നേതാവും പയ്യന്നൂരിലെ MLAയുമായ V കുഞ്ഞികൃഷ്ണൻ തുറന്നടിച്ചിട്ടുണ്ട്. തങ്ങളുടെ വലിയ പരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാനുള്ള പരാജയ ശ്രമമാണ് ഇപ്പോൾ CPM നേതൃത്വം നടത്തുന്നത്. ധനരാജ് രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് അഴിമതി ആരോപണ വിധേയനായ TI മധുസൂദനനെ കൃത്യമായി മാറ്റി നിർത്തണമെന്ന ശക്തമായ നിലപാടിൽ കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആദർശശാലികളായ നേതാക്കളെയാണ് വർഗവഞ്ചകരെന്ന് വിളിച്ച് ഗോവിന്ദൻ ആക്ഷേപിച്ചത്. വിമതരായി പോയ ഈ പ്രമുഖ നേതാക്കളെയെല്ലാം ഇന്ന് UDFന്റെ പിന്തുണയുള്ള കരുത്തുറ്റ ജനപ്രതിനിധികളാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇവരെ തിരികെ പാർട്ടിയിൽ എത്തിക്കാൻ CPM അണിയറയിൽ എത്രയൊക്കെ ചർച്ചകൾ നടത്തിയാലും അഴിമതിയുടെയും ഗ്രൂപ്പ് പോരിന്റെയും കൂടാരമായ CPMലേക്ക് തിരികെ പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിലും LDFിലെ ഐക്യം പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. CPI തങ്ങളുടെ നിലപാട് പരസ്യമായി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് EP ജയരാജൻ വ്യക്തമാക്കിയതോടെ മുന്നണിക്കുള്ളിലെ ഭിന്നതയും ഇപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ അഹങ്കാരവും ധാർഷ്ട്യവും തലയ്ക്ക് പിടിച്ച MV ഗോവിന്ദന്റെ നിലപാടുകളെ സ്വന്തം പാർട്ടിയിലെ നേതാക്കളും മുന്നണിയിലെ ഘടകകക്ഷികളും ഒരേപോലെ തള്ളിക്കളയുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളം കാണുന്നത്. തോൽവികളിൽ നിന്നും പാഠം പഠിക്കാതെ സ്വന്തം അണികളെ പോലും വിഡ്ഢികളാക്കാൻ നോക്കുന്ന ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിന് ഇനി കേരളത്തിൽ സ്ഥാനമില്ല.